ഓക്കെ, ഇനി ഫ്രണ്ട് എൻഡ് നിന്ന് മറ്റേ ആ പറഞ്ഞ സാധനം ഹൈഡ് ചെയ്യുന്ന പരിപാടി നമ്മളുടെ യൂസർ ഇതിന്റെ എന്താ പറയണേ. ഓക്കെ, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് യൂസർ എന്നുള്ള സംഭവമില്ല. അതേസമയം ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ യൂസർ എന്നുള്ള സംഭവം കാണുന്നുണ്ട്. സോ അത് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്തെടുക്കാം? ഇതിപ്പം സ്റ്റാഫ് ആണ് ലോഗിൻ ചെയ്തിരിക്കുന്നത്, ഇത് അഡ്മിൻ ആണ്, സൂപ്പർ യൂസർ ആണ് ലോഗിൻ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് അതിനു വേണ്ടി ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചാൽ ബാക്കി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഞാൻ ഇവിടെ വന്നു, ഞാൻ ഒരു പുതിയ പൈത്തൺ ഫയൽ ഉണ്ടാക്കി. നമ്മളുടെ എന്താണ് യൂസർ ഹാൻഡിലിനകത്ത് ഞാൻ പുതിയൊരു പൈത്തൺ ഫയൽ ഉണ്ടാക്കിയിട്ട് അവിടേക്ക് ഞാൻ ഗ്രൂപ്പിനെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ എന്താ പറയണേ, നമ്മളുടെ ഹൈഡ് അഡ്മിൻ ആൻഡ് സ്റ്റാഫ് ഒരു ഫംഗ്ഷൻ എഴുതിയിട്ട് അത് ഹൈഡ് ചെയ്യാനുള്ള ഒരു കോഡിനകത്ത് എഴുതി. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്നിട്ട് ഞാൻ ഹൈഡ് യൂസർ ലിങ്ക് ഈക്വൽ ടു ഫോൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം എന്താ പറയണേ ചെയ്തു. ലോഗിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫോൾസ് ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഇത് നമ്മൾ നോർമലി നമ്മൾ ഇവിടെ വ്യൂസിനകത്ത് കോണ്ടെക്സ്റ്റ് കൊടുക്കൂലേ, അത് പക്ഷെ നമ്മൾ ഒരു ഫംഗ്ഷൻ അല്ലേ കൊടുക്കുക. ഇത് നമ്മൾ അതിന് പകരം എന്താണ്, മൊത്തം പ്രൊജക്റ്റിന് നമുക്ക് നാവിഗേഷൻ ബാർ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വരുന്നതാണ്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, മൊത്തത്തിൽ ഒരു കോണ്ടെക്സ്റ്റ് കൊടുക്കുന്നതാണ് മൊത്തം പ്രൊജക്റ്റിന്. സോ മൊത്തം അപ്പൊ നമ്മൾ ഒരു കോണ്ടെക്സ്റ്റ് എഴുതി വെച്ചു. ഇനി ആ സാധനം മൊത്തം പ്രൊജക്റ്റിന് കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ സെറ്റിംഗ്സ് ഡോട്ട് പി വൈയിലാണ്. കണ്ടോ, ഇവിടെ ഞാൻ പറഞ്ഞു കൊടുത്തു യൂസർ ഹാൻഡിലിനകത്ത് കോണ്ടെക്സ്റ്റ് പ്രോസസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൈത്തൺ ഫയൽ ഉണ്ട്. അതിനകത്തൊരു ഫംഗ്ഷൻ ഉണ്ട് ഹൈഡ് അഡ്മിൻ ആൻഡ് സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ട്, അവനെങ്ങ് വിളിച്ചോ എന്ന് പറഞ്ഞു. സോ അതിന് ഞാൻ എന്ത് ചെയ്തു, നമ്മളുടെ സെറ്റിംഗ്സ് ഡോട്ട് പി വൈ ടെംപ്ലേറ്റ്സിനകത്ത് കോണ്ടെക്സ്റ്റ് പ്രോസസേഴ്സ് എന്ന് പറഞ്ഞ ഒരു അരയുണ്ട്. ആ അരയ്ക്കകത്ത് ഞാൻ ഡിക്ഷണറിക്കകത്തുള്ള ഒരു അരയാണ്, കീന്റെ വാല്യൂ ആണ് അര. ഓക്കെ, അതിനകത്ത് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പം അങ്ങനെ പറഞ്ഞു കൊടുത്തത് കൊണ്ട് തന്നെ എന്താണ്, ഇനി പ്രശ്നങ്ങളൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ നാവിഗേഷൻ ബാറിലേക്ക് വരിക. നമ്മൾ നേരത്തെ എങ്ങനെയാണ് ഇവിടെ ഹോം ആക്റ്റീവ് ഇട്ട് കൊടുത്തത് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഇഫ് യൂസർ ഹൈഡ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഡിസ്പ്ലേ നണ്ണ് കൊടുക്കണം. ഇല്ലെങ്കിൽ പ്രശ്നമില്ല, ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഇപ്പൊ ഇല്ലെങ്കിൽ കൊടുക്കേണ്ടതാണ്. ബാക്കി കാര്യങ്ങൾ അങ്ങനത്തെ എഴുതി വെച്ചു. ഞാൻ ഇവിടെ നമ്മൾ നേരത്തെ ക്ലാസ്സിനകത്ത് എഴുതിയിട്ടില്ലായിരുന്നു യൂസർ ആക്റ്റീവ് നോ ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ഇവിടെ ഞാൻ ഹൈഡ് യൂസർ ലിങ്ക് ആണെന്നുണ്ടെങ്കിൽ ഡി നൺ എന്ന് പറയുന്ന ക്ലാസ് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞ് കൊടുത്തു. ഡി നൺ എന്നുള്ളത് നമ്മളെ ബൂട്ട്സ്ട്രാപ്പിലുള്ള ഡിസ്പ്ലേ നണ്ണാണ്. സോ അതുകൊണ്ട് ഇവിടെ എന്ത് പോയിട്ടുണ്ട്, ഡിസ്പ്ലേ നന്നായിട്ടുണ്ട്. ഈ സാധനം അവിടെ കാണുകയില്ല. ഇനി കേസ് ആരെങ്കിലും ഇവിടെ അങ്ങനെ കഷ്ടപ്പെട്ട് വന്ന യൂസർ ഹാൻഡിൽ അടിച്ചു കഴിഞ്ഞാൽ പെർമിഷൻ ഡിനൈഡ് എന്ന് തന്നെ കാണിക്കും. നോർമൽ കേസിൽ അതോടെ ഇല്ല, അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പെർമിഷൻ ഡിനൈഡ് എന്ന് തന്നെ കാണിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് ആ ഒരു കേസ്.